ശരിക്കും ഇപ്പൊ എല്ലാരും പറയുന്ന ഒരു കാര്യം, ചേച്ചി ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ ആയിട്ട് മാറിയെന്നാണ്. ചേച്ചി ബോൾഡ് ആയിട്ട് ജീവിക്കുന്നത് എല്ലാവർക്കും കാണാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്, ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച, അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു പ്രചോദനമായിട്ട് ചേച്ചി മാറുന്നുണ്ട്. ഒരു ബോൾഡ് ആയിട്ടുള്ള സ്ത്രീ. അപ്പം ഇത്തരത്തിലുള്ള ഒരു സ്ത്രീകൾക്ക് ചേച്ചി കൊടുക്കാൻ പറ്റുന്ന ഉപദേശം എന്തായിരിക്കും? അതായത് ബോൾഡായ സ്ത്രീകൾക്കാണോ? അല്ല, ബോൾഡ് ആവാത്ത. അത് എന്നെ സംബന്ധിച്ച് എന്റെ സിറ്റുവേഷൻ ആണ്, എന്റെ സാഹചര്യമാണ് എന്നെ ഈ ഒരു ധൈര്യം ആയിട്ട് എത്തിച്ചത്. അതുപോലെ എന്ത് വന്നാലും പതറില്ല, മുന്നോട്ട് തന്നെ പോകുന്ന ഒരു ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ, നമുക്ക് ചുറ്റും ഒരു 100 പേര് നമ്മളെ നെഗറ്റീവ് പറഞ്ഞെങ്കിലും നമ്മളെ അറിയാവുന്ന ഒരു 2 പേര് മതി നമുക്കൊപ്പം ഉണ്ടെങ്കിൽ നമ്മൾ മുന്നോട്ട് പോയിരിക്കും. അതായത് എവിടെയാണെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് നമുക്ക് ഉണ്ടായിരിക്കും. എന്ത് പ്രശ്നം വന്നാലും ഒരു കച്ചിത്തുരുമ്പ് പോലെ ഏതായാലും ഒരാളെങ്കിലും നമുക്കൊപ്പം ഉണ്ടായിരിക്കും. അത് മതി മുന്നോട്ട് പോകാനുള്ള ശക്തി. സോ അതേ എനിക്ക് പറയാനുള്ളൂ. ആരും തകർന്നു പോകല്. എന്ത് പ്രശ്നം വന്നാലും സ്ത്രീകളുടെ ഇടയിൽ, ഇപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ ഹസ്ബൻഡ് മരിച്ചു, അതിനുശേഷമുള്ള സൈബർ ബുള്ളിങ്, അതിനുശേഷമുള്ള സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തലുകൾ, തെറി, പ്രശ്നങ്ങൾ, കമന്റുകൾ, ബാഡ് കമന്റുകൾ, ഞാൻ വീട്ടിൽ ഇരുന്ന് ഇതൊന്നും കേൾക്കേണ്ട വരില്ല. പക്ഷെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് പറന്നുയർന്നു, അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ പറന്നുയർന്നു. മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ള സ്ത്രീകൾ, നിങ്ങൾ മുന്നോട്ട് വരാം, സമൂഹത്തിന് മുന്നോട്ട്. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഇഷ്ടങ്ങളൊന്നും കുഴിച്ചുമൂടി നിങ്ങൾ വീട്ടിലൊരു മൂലയ്ക്ക് ഇരിക്കേണ്ടവരല്ല. നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ സമൂഹത്തിൽ ഞാൻ മുന്നോട്ട് പോകുന്ന പോലെ നിങ്ങളും മുന്നോട്ട് പോകാൻ. നമുക്ക് ഒരാളെങ്കിലും, ആരുമില്ലെങ്കിലും ദൈവമെങ്കിലും ഉണ്ടോ. അപ്പൊ നിങ്ങൾ ഒരിക്കലും തകർന്നിരിക്കരുത്, മുന്നോട്ട് തന്നെ പോകാം. ഞാൻ കണ്ടില്ലേ പോകുന്നത്, അത്രേ ഉള്ളൂ. അതുപോലെ പിന്നെ എല്ലാം വരുന്നിടത്ത് വെച്ച് അത്രേ ഉള്ളൂ. ഇപ്പൊ എല്ലാം വരുന്നിടത്ത് വെച്ച് കണ്ട് ഫേസ് ചെയ്യുന്ന ആളാണ് ചേച്ചി. അതെ അല്ലെ? ഒരുപാട് അങ്ങനെ അനുഭവിക്കുന്നത്, മീൻസ് ഇപ്പോ പണ്ടത്തെ പോലെ അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടോ, അതോ എല്ലാം? സത്യം പറഞ്ഞാൽ പണ്ട് പിന്നെ ഞാൻ ഇതെല്ലാം മൈൻഡ് ചെയ്തിട്ട് ചില സമയമൊക്കെ വിഷമം വരും. പക്ഷെ യാതൊരുവിധ പ്രശ്നവുമില്ല. ഇപ്പൊ എല്ലാത്തിനും ഒന്ന് ഫേസ് ചെയ്യാനുള്ള ഒരു മനോധൈര്യം ഒക്കെ നല്ല രീതിയിൽ കട്ടിയായി. കട്ടിയായല്ല, മനസ്സൊക്കെ കല്ലായി. സോ നമുക്ക് അങ്ങനെ നെഗറ്റീവ്സ് ഒന്നും നമുക്ക് വിഷയമല്ലാതായി.